ഹലോ, നിങ്ങൾ കണ്ടു കാണുമല്ലോ, അർച്ചന ചേച്ചിയുടെ കല്യാണത്തിന് കേക്ക് ഉണ്ടാക്കി കൊടുത്തത് നമ്മളാട്ടോ. അപ്പോഴത്തേക്ക് എന്താ ഈ ഒരു കളറായിരുന്നു ചേച്ചിയുടെ സാരിയുടേത്. ചേച്ചി എനിക്ക് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് ആ സാരിയുടെ കളറുമായിട്ട് മാച്ചാന്ന് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ആ പിങ്ക് ആൻഡ് വൈറ്റ് കളറിലെ ആ ഒരു ഫ്ലവർ കണ്ടോ, അതിനകത്ത് ആ ഷെയ്ഡ് വന്നിരിക്കുന്ന ചേച്ചിയുടെ സാരിയുടെ അതേ കളറാണ് കേട്ടോ. കേക്ക് കൊടുക്കാനായിട്ട് ചേച്ചി പറഞ്ഞപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വേണം ചെയ്യാനെന്ന്. ചേട്ടന്റെ ഡ്രസ്സിന്റെ കളർ ഒരു ഓഫ് വൈറ്റ് വൈറ്റ് ആ ഒരു ഷെയ്ഡായിരുന്നു. ചേച്ചിയുടെ സാരിയുടെ ഒരു പിങ്ക് ഷെയ്ഡ്, പക്ഷെ പിങ്ക് ആണെന്ന് വെച്ചാൽ പിങ്ക് അല്ല, ഒരു ഗോൾഡൻ ടച്ച് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കേക്കിന്റെ സൈഡിലായിട്ട് ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ A&A എന്ന് പറഞ്ഞ അവരുടെ നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ഒരു ടോപ്പറും കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ആ ലീവ്സും പിന്നെ ഗോൾഡൻ ടച്ച് വരുന്ന ആ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ പിങ്ക് കളറ് ബസൂക്ക പിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. അത് ടോപ്പിലും ബോട്ടം ടയറിന്റെ താഴെയായിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വൈറ്റ് ബീഡ്സ്, ഷുഗർ ബീഡ്സ് ആണ്, അതും കൂടി കൊടുത്തൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫ്ലേവർ വാനില ആട്ടോ. ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഫ്ലേവേഴ്സ് ഒന്നും വേണ്ട, ഇത് മതിന്ന്. കാര്യം വീട്ടിലാരും വേറെ കഴിക്കാത്ത അങ്ങനെ വേറെ ഫ്ലേവേഴ്സ് ഒന്നും അങ്ങനെ ആരും കഴിക്കത്തില്ല, അപ്പൊ ഇത് തന്നെ മതിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ നേരെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും കൂടെ ആണ് കേട്ടോ പോയത്. അപ്പൊ ദാ ഈ ഒരു വിൻഡോ ബോക്സിലാക്കിയിട്ട് ഞങ്ങൾ ഈ വണ്ടിയിലാണ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത്. ഈ വണ്ടിയിലാണ് ഞങ്ങൾ എല്ലാ കേക്കും കൊണ്ട് കൊടുക്കുന്നതും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഒമ്പതല്ല ഇനി മുമ്പായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആലപ്പുഴ ചെന്ന് ചേച്ചി പറഞ്ഞ ലൊക്കേഷനിൽ ചെന്നിട്ടുണ്ടായിരുന്നേ. കല്യാണം രാവിലത്തെ കല്യാണമായിരുന്നു. 9:30 9:45 ആ ടൈമിനായിരുന്നു മുഹൂർത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് എനിക്ക് എക്സാമിനും പോകണം. അപ്പോഴത്തേക്ക് ഞങ്ങൾ ആ ബോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് അവിടെ ചേച്ചിയുടെ വീട് വരെയും ചേച്ചിയുടെ വീടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും. അപ്പൊ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തന്നെ പോവുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോഴത്തേക്കും അമലാക്കേനെയും അമൃതാക്കേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരവിടുന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന്, അവിടെ ഞങ്ങൾ ഇരുന്ന സൈഡ് ഭയങ്കര വെയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോട്ടിലായിരുന്നു ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ ബോട്ട് ചേച്ചിയുടെ വീട് വരെ പോയിട്ട് തിരിച്ച് ആൾക്കാരെ കയറ്റിക്കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് അങ്ങനെ ഷിഫ്റ്റ് അടിക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. അപ്പോൾ കല്യാണത്തിൻ്റെ മുഹൂർത്ത സമയത്താണ് ഞങ്ങളിത് ആ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മുഹൂർത്തമൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ഇതാ ഇവരും വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അല്ല, ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് അല്ല 15 മിനിറ്റ് അത്രേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ചേച്ചിയുടെ വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു കേട്ടോ എവിടാ വീട്. ഞാൻ പറഞ്ഞ നെടുമുടിയാണെന്ന് പറഞ്ഞപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലേ, അങ്ങനെ ഓരോ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ വീടെത്തി കഴിഞ്ഞപ്പോൾ ഞാനും അച്ഛനും കൂടി നേരെ കേക്ക് എടുത്തുകൊണ്ട് സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞത് കൊണ്ടൊരു ചമ്മലായിരുന്നു. അയ്യോ ഇനി എപ്പോൾ കേക്ക് മുറിക്കും ഇതൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇന്നപ്പോഴത്തേക്കും എല്ലാവരും എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ കയറി. നമ്മൾ മനഃപൂർവ്വം താമസിച്ചല്ല കേട്ടോ, നമ്മൾ കറക്റ്റ് സമയത്താണ് എത്തിയത്. പക്ഷേ ബോട്ടിൻ്റെ ചെറിയൊരു താമസം കൊണ്ടാണ് നമ്മൾ എത്താൻ ഇച്ചിരി വൈകി പോയത്. ബോട്ട് വരാൻ വേണ്ടിയിട്ട് ലേറ്റായി, പിന്നെ ബോട്ട് അവിടെ നിന്ന് എടുക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമല ഷാജി അമൃത ഷാജിയൊക്കെ അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നിട്ട് ബോക്സിൻ്റെ ആ സെല്ലോ ടേപ്പ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് ഒറ്റയ്ക്ക് പാട് വിടുക. ഞാൻ അവിടെ നിന്നൊരു ചേട്ടനോട് പറയുന്നുണ്ട് ഇതൊന്ന് ഹെൽപ്പ് ചെയ്യുമോ, പക്ഷെ ആരും മൈൻഡ് പോലും ചെയ്തില്ലായിരുന്നു.
അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തിരക്കിലും കാര്യത്തിലൊക്കെ ആയിട്ട് ഓടുമായിരുന്നു. അപ്പം ഞാനൊരു ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടൻ ഓക്കെ ബാഗ് പിടിക്കണമെന്നൊക്കെ പിന്നെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ആ ചേട്ടനും കൂടി സെല്ലോ ടേപ്പ് പൊട്ടിച്ചത് ഞാൻ തന്നെയാണ്. ഇത് സേഫായിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് പൊട്ടിച്ചതായിരുന്നു. ഞാൻ കേക്ക് സ്റ്റേജിൽ വെക്കാൻ കയറിയ ആ ടൈമിലാണ് അമല ഷാജി ഫാമിലിയൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ വന്നത്. അപ്പോൾ ഫുൾ ആൾക്കാരും അങ്ങോട്ടായി കോൺസെൻട്രേഷൻ, അതുകൊണ്ട് ആരും ഞാൻ കേക്ക് വെക്കുന്നത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ കേക്കിൻ്റെ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അവിടോട്ട് വെച്ചപ്പോൾ ആ ടേബിളിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചത് തുടയ്ക്കണം, എന്തെങ്കിലും തുണി വേണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ തുണി ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു, തുണി ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേട്ടൻ വേറെ തുണിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടൻ തന്നെ തുടച്ചൊക്കെ തന്ന് അങ്ങനെ ഞാൻ ആ സ്റ്റേജിൽ നിന്ന് പുഴുക്കുമായിരുന്നു ഗെയ്സ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വലിയ സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ കേക്കൊക്കെ ആയിട്ട് കയറി അത് ഞാൻ തന്നെ സെറ്റ് ചെയ്തൊക്കെ വെക്കുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തായാലും ഫസ്റ്റ് ടൈമാണ്. അതും സ്റ്റേജിൽ ആരാ നിൽക്കണത് നോക്ക്, അമല ഷാജി, അമൃത ഷാജി, അർച്ചന ദേവ്, യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കൂടെ തന്നെ നിന്നിട്ട് ഇതുപോലത്തെ കേക്കൊക്കെ വെക്കാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കേക്ക് ഫുൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കുമ്പോൾ ഫുൾ ആൾക്കാർ ഇങ്ങനെ ചുറ്റിനിരിക്കുക കേട്ടോ സ്റ്റേജിൽ നോക്കിയിട്ട്. പിന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ. ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറുന്നത് ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുത്ത് തരുമായിരുന്നു. പിന്നെ ചേച്ചി സ്റ്റേജിൽ നിന്ന് അച്ഛാന്ന് പറഞ്ഞ് അച്ഛനെ കിടന്ന് വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എർത്ത് ലവേഴ്സ് മീഡിയയിലെ ചേട്ടനെ കണ്ടു. ചേട്ടനായിട്ട് അച്ഛനറിയാവുന്നതാണ്. അപ്പോൾ അച്ഛനിങ്ങനെ സംസാരിച്ച് ബന്ധം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിങ്ങനെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ അച്ഛനിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ ഒരുവിധം മനസ്സിലായി. പിന്നെ വീട്ടിലോട്ട് വരണമെന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. എന്താ ജോലി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും 2 പിള്ളേരുണ്ട്, അത് അവരെ നോക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജിന്നൂസ് വ്ലോഗിലെ ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അവർ പിന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത് നോക്കി അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കാര്യം അത് എടുക്കണമല്ലോ, അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. വേറെ എങ്ങോട്ട് ഇരിക്കാനോ ഒന്നും പോയില്ല, സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷം വന്നെത്തി കേട്ടോ. 2 ദിവസം ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ഓടി നടക്കുമായിരുന്നു ഇതിൻ്റെ പുറകെ. എനിക്ക് എക്സാമും കേക്കും എല്ലാം തിരക്കായിട്ട് ഓടുമായിരുന്നു. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാത്തിരുന്നത്. ചേച്ചിയും ചേട്ടനും കൂടി കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ.
അങ്ങനെ കാത്തിരുന്ന നിമിഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടം വരെ വന്നിട്ട് ചേച്ചിയുടെ വീടും പരിസരവും കടവും പ്രദേശങ്ങളൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഇങ്ങനെ മനസ്സിങ്ങനെ തിടുക്കും കേട്ടോ അങ്ങോട്ട് കാണാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നു, ഇവിടെ എല്ലാം പോയി കണ്ടിട്ട് അവിടെ എല്ലാം ഇങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും നമുക്കറിയാവുന്നൊരു വേറെ ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അവരോടൊക്കെ പിന്നെ സംസാരിച്ച് അവിടെ തന്നെ നിന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ ഇരുന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ആദ്യം ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കേക്ക് മുറിച്ചപ്പോൾ ഇച്ചിരി താമസം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ഏറ്റിന് ഇരിക്കാൻ പറ്റില്ല, രണ്ടാമത്തെ ഏറ്റിനാണ് ഇരുന്നത്. രണ്ടാമത്തെ ഏറ്റിനാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇരുന്നപ്പോൾ ചോറൊക്കെ വിളമ്പി തന്ന്. രാവിലെ ഫുഡ് ഒന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഗ്യാസ് കയറിയിട്ടാന്ന് തോന്നുന്നു, വിശപ്പൊക്കെ കെട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് കഴിച്ചു. അവിടെ ഇരുന്നപ്പോൾ ഓരോരോ കറികളായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റോസ് കറി മിസ്സിങ് ആയിരുന്നു. എൻ്റെ സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് കറിയാണ് റോസ് കറി. അതെവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതില്ലായിരുന്നു ഈ ഇതിൻ്റെ കൂട്ടത്തിൽ. അത് എനിക്ക് തരാഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ആ കറി ഇല്ലായിരുന്നു. റോസ് കറിയെന്ന് ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത് മറ്റേ ബീട്രൂട്ട് കിച്ചടിയാ ആ കറിയാട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 കൂട്ടം പായസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ചേട്ടൻ്റെ മോളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഈ ചേട്ടൻ്റെ മോളല്ല, ചേട്ടൻ്റെ മോളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവർ നമ്മുടെ കൂട്ടത്തിലാണ് വന്നത്. തിരിച്ചു പോകാൻ വേണ്ടിയിട്ടും ഇവർ നമ്മുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുവാണ്. പക്ഷേ ബോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ട്രിപ്പ് അടിക്കുന്നുണ്ടായിരുന്നെന്ന്, പക്ഷേ ആ ബോട്ട് വരാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പം എക്സാം ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് 2 മണിക്ക് എക്സാം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അവിടെ ഷിഫ്റ്റ് അടിക്കുന്നുണ്ട് ബോട്ട്. അപ്പോൾ ആ ബോട്ടിൽ നമ്മൾ പോകത്തുള്ളായിരുന്നു. പക്ഷേ ആ ബോട്ട് വരുന്നില്ല, ഭയങ്കര ലാഗ് അടിക്കുന്നു. അപ്പം നമ്മളിതേ കടത്തോളത്തിലൂടെ നടക്കും കേട്ടോ. ഞാൻ നടക്കുന്ന വഴിയിൽ സൗണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നടക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ ഭയങ്കരമായിട്ട് അണയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മോള് നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തില്ല. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നിട്ട് കടത്തുവള്ളം കയറി അക്കരെ ഇറങ്ങാമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ നടന്നപ്പോഴത്തേക്കും കടത്തുവള്ളം അപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനും അച്ഛനും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടനും ആ മോളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇത്രയും പേരും കൂടി പിന്നെ കുറേ അവിടെയുള്ള കല്യാണത്തിന് വന്ന കുറച്ച് ആൾക്കാരെല്ലാവരും കൂടി ആ കടത്തുവള്ളത്തിൽ കയറിയിട്ട് അക്കരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അക്കരെ ഇറങ്ങിയ പാടെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റാൻഡിൽ ചെന്നു. സ്റ്റാൻഡിൽ നിന്ന് പിന്നെ 2 മണിക്ക് എക്സാം അല്ലേ, പെട്ടെന്ന് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ബസ്സിലൊക്കെ കയറിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ബസ്സിലിരുന്ന് പഠിക്കണേയാണ്. ഇപ്പോഴാണ് പഠിക്കുന്നത്. 2 മണിക്ക് പരീക്ഷയാണ്. നന്നായി സമ്മേളിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ കക്കാടിൻ്റെ. സമയത്തിലൊക്കെ ഭയങ്കര അങ്ങനെ ഒരു 1 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ എത്തി. കല്യാണം കാരണം താമസിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, നേരത്തെ തന്നെ ഞങ്ങൾ ഇങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നേ. എല്ലാവരും പഠിക്കുന്നതിൻ്റെ ഇങ്ങനെ തിരക്കാണ് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ പഠിക്കുകയും തിരക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ എക്സാം ഹാളിൽ പോയി എക്സാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ ചെരുപ്പൊക്കെ നീ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രിയായിട്ടോ വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ടാറ്റാ.